നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 ഭാഗമായുള്ള വീട്ടിൽ വോട്ട് സമ്പ്രദായത്തിലൂടെ കാസർഗോഡ് ജില്ലയിൽ ഇതുവരെയായി 5987 പേർ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. ഏപ്രിൽ 2 വൈകുന്നേരം വരെയുള്ള കണക്കാണിത്. This news sponsored by Yenappoya Speciality Hospital, Kodiyalbayal, Mangalore. 85 വയസ്സിന് മുകളിൽ പ്രായമുള്ള 2874 വോട്ടർമാരും ഭിന്നശേഷിക്കാരായ 3113 വോട്ടർമാരുമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 ഭാഗമായി ഏപ്രിൽ 2 വരെയുള്ള ദിവസങ്ങളിൽ വീട്ടിൽ വോട്ട് ചെയ്തത്. വോട്ടെടുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ സ്വന്തം വീട്ടിൽ വെച്ച് സമ്മതിദായകർ വോട്ടവകാശം വിനിയോഗിക്കുന്ന സമ്പ്രദായമാണ് വീട്ടിലെ വോട്ട്. 2 പോളിംഗ് ഉദ്യോഗസ്ഥർ, ഒരു മൈക്രോ ഒബ്സർവർ, വീഡിയോഗ്രാഫർ, പോലീസ് ഉദ്യോഗസ്ഥൻ, ബൂത്ത് ലെവൽ ഓഫീസർ എന്നിവരടങ്ങുന്ന സംഘമാണ് വീട്ടിൽ വോട്ടിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വീടുകളിലെത്തുന്നത്. റാൻഡമൈസേഷൻ നടത്തിയാണ് ഇതിനുള്ള പോളിംഗ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുത്തത്. ഇതിനായി കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ നിയോജക മണ്ഡലങ്ങളിൽ 30 വീതവും, ഉദുമയിൽ 28, കാസർഗോഡ്, മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ 17 വീതവും പോളിംഗ് സംഘങ്ങളെയാണ് നിയോഗിച്ചത്. 85 വയസ്സ് കഴിഞ്ഞ 3281 പേർക്കും ഭിന്നശേഷിക്കാരായ 3529 പേർക്കുമാണ് ജില്ലയിൽ ഇത്തവണ വീട്ടിൽ വോട്ട് അനുവദിച്ചിട്ടുള്ളത്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇതുവരെ 85 വയസ്സിന് മുകളിൽ പ്രായമുള്ള 317 പേരും ഭിന്നശേഷിക്കാരായ 589 പേരും വീട്ടിൽ വോട്ട് ചെയ്തു. കാസർഗോഡ് മണ്ഡലത്തിൽ 85 വയസ്സിന് മുകളിൽ പ്രായമുള്ള 320 പേർ വോട്ട് ചെയ്തപ്പോൾ ഭിന്നശേഷിക്കാരായ 516 പേരാണ് വോട്ട് ചെയ്തത്. ഉദുമയിൽ 85 വയസ്സിന് മുകളിൽ പ്രായമുള്ള 525 പേരും ഭിന്നശേഷിക്കാരായ 687 പേരും വീട്ടിൽ വോട്ട് ചെയ്തു. കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ 85 വയസ്സിന് മുകളിൽ പ്രായമുള്ള 913 പേരും 711 ഭിന്നശേഷിക്കാരും വീട്ടിൽ വെച്ച് സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. തൃക്കരിപ്പൂരിൽ 85 വയസ്സിന് മുകളിൽ പ്രായമുള്ള 799 പേരും ഭിന്നശേഷിക്കാരായ 610 പേരും വീട്ടിൽ വോട്ടിൻ്റെ സേവനം പ്രയോജനപ്പെടുത്തി കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ് വിഷൻ.